ഇത്താത്തയെ കൊണ്ടുവന്നു കിടത്തിയ പള്ളിപ്പറമ്പിലേക്കെത്തി നോക്കി. 3-4 പേരുണ്ടൊരഞ്ചെട്ടു മയ്യത്തൊരൊറ്റ ഖബറിൽ മറമടക്കി. പള്ളി കഴിഞ്ഞു വഴി തിരിഞ്ഞങ്ങനെ പള്ളിക്കൂടത്തിനു മുന്നിലെത്തി. നീല നിറം കൊണ്ടു നെറ്റിയിൽ പേരുള്ള തൂവൻ കവാടത്തിനോരമെത്തി. ആ കവാടത്തിന്റെ ഉള്ളിലേക്കങ്ങനെ കണ്ണൊന്നുമെല്ലെ അയച്ചു നോക്കി. തിങ്ങും പൊടിയും പുകയുമൊത്തങ്കണം കാഴ്ചയിൽ നിന്നു മറച്ചു നീക്കി. കാഴ്ചകൾ മൂടുന്നൊരാ മറയ്ക്കപ്പുറത്തിൽ ഒന്നുമില്ലെന്നറിഞ്ഞ നേരം, ഇനിയൊന്നുമില്ലെന്നറിഞ്ഞ നേരം, ഇനിയാരുമില്ലെന്നറിഞ്ഞ നേരം, കൂട്ടുകാരോടൊത്തു പൊട്ടിച്ചിരിക്കുന്നതോർമ്മയിൽ മിന്നി മറഞ്ഞ നേരം, കണ്ണുകൾ താനെ നനഞ്ഞ നേരം, അഗ്നിയാളുന്നതിൻ സീൽക്കാരമങ്ങനെ കാതിൽ തെളിഞ്ഞു വരുന്ന നേരം, അഗ്നിയാളുന്നതിൻ സീൽക്കാരമങ്ങനെ കാതിൽ തെളിഞ്ഞു വരുന്ന നേരം, അശരീരി പോലൊന്നു കേൾക്കുന്നതില്ലയോ, നീ ഷഹീദായില്ലേ കൂട്ടുകാരാ. പെട്ടെന്നു ഞെട്ടിത്തരിച്ചു നിന്നു, ആ ശബ്ദതാളം തിരിച്ചറിഞ്ഞു. പെട്ടെന്നു വെട്ടിത്തിരിഞ്ഞു നിന്നു, പുകമെല്ലെ മെല്ലെ ഒഴിഞ്ഞു തന്നു. ഒരു മുഖം മെല്ലെ തെളിഞ്ഞു വന്നു, അവളൊന്നു നോക്കി ചിരിച്ചിരുന്നു. ഒരു മുഖം മെല്ലെ തെളിഞ്ഞു വന്നു, അവളൊന്നു നോക്കി ചിരിച്ചിരുന്നു. മുന്തിരി നൽകുന്ന കൂട്ടുകാരി, മുന്തിരി വീടുള്ള കൂട്ടുകാരി, മുന്തിരി നൽകുന്ന മുന്തിരി വീടുള്ള മുന്തിരി കണ്ണുള്ള കൂട്ടുകാരി, ഫാത്തിമ നീയാണു കൂട്ടുകാരി, നീ ഷഹീദായില്ലേ കൂട്ടുകാരി. നമസ്കാരം.